പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 മാർച്ച് മാസം 29-ാം തീയതി ഹല്ലേലൂയ ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? കരങ്ങൾ ഉയർത്തി കർത്താവിൽ നിന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. ഇന്നലത്തെ സഭായോഗങ്ങളെല്ലാം അനുഗ്രഹമാക്കി തീർത്ത ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പ്രത്യേകിച്ച് രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചതിന് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. അങ്ങാണ് ഞങ്ങളെ ഉണർത്തിയത്, അതിനായിട്ട് സ്തോത്രം. ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത് അങ്ങാകുന്നു, അതിനായിട്ട് സ്തോത്രം. ഞങ്ങളല്ല ഉണർന്നത്, കർത്താവ് ഞങ്ങളെ ഉണർത്തിയതാകുന്നു, അതിനായിട്ട് സ്തോത്രം. ഈ പകൽക്കാലവും ക്രിസ്തയേശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേക്ക് സ്തോത്രയാഗം അർപ്പിക്കുന്നു. അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും, അങ്ങ് ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഈ പ്രഭാതത്തിൽ നന്ദി പറയുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, 50-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക, അത്യുന്നതന് നിന്റെ നേർച്ചകളെ കഴിക്കുക. 15, കഷ്ടകാലത്ത് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക, കർത്താവ് നിന്നെ വിടുവിക്കുകയും കർത്താവ് നിന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. 23-ാമത്തെ വാക്യം, സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, തന്നെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവനെ ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏകാഗ്രതയോടെ പ്രാർത്ഥിച്ചാട്ടെ. അപ്പാ, ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നപ്പാ. അപ്പാ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ. അപ്പാ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നപ്പാ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപ്പം ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും കേൾക്കുന്നതിന് അപ്പയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. ഇന്ന് പ്രഭാതത്തിലും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അങ്ങ് മറുപടി അയക്കുന്നതിനായിട്ട് സ്തോത്രം. അപ്പേ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അപ്പൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും നസറേനായ യേശുക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. ഓരോരുത്തരുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപ കൂടെ ഇരിക്കണം, അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കണം, അങ്ങയുടെ നിറവ് തൻ്റെ മക്കളുടെ കൂടെ ഇരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ രോഗികളായിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിൻ്റെ അവസ്ഥകളും യേശുവിൻ നാമത്തിൽ അവരെ വിട്ടുപോകട്ടെ. പ്രത്യേകിച്ച് സ്കിൻ അലർജിയാൽ ഭാരപ്പെടുന്നവർ ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ഉറക്കം ലഭിക്കാതെ രാത്രികളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഈ പ്രഭാതത്തിൽ നസ്രനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വസ്ഥമായി ഇന്നു മുതൽ ഉറങ്ങിത്തുടങ്ങട്ടെ. ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യുന്ന എല്ലാ സ്പിരിറ്റും യേശുവിൻ നാമത്തിൽ അവരെ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. താങ്ക് യു ലോർഡ്. അങ്ങ് ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും നന്ദി പറയുന്നു. അങ്ങ് ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും നന്ദി പറയുന്നു. അതുപോലെ കർത്താവേ, ഡോക്യുമെൻറ്റേഷൻ ഡിലേ ആയി പല കാര്യങ്ങൾക്ക് തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ അവരുടെ ഡോക്യുമെൻറ്റേഷനുകൾ യേശുക്രിസ്തുവിൻ നാമത്തിൽ അത് വേഗത്തിൽ നടക്കുവാനും അവർക്ക് വേഗത്തിൽ അവരുടെ കാര്യങ്ങൾ ക്രമീകൃതമാകുവാനും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എക്സാംസ് എഴുതുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. യേശുവിൻ നാമത്തിൽ അവർക്ക് നല്ല വിജയം ലഭിക്കട്ടെ, ഉന്നതമായ റിസൾട്ട് ലഭിക്കട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ അപ്പാ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അപ്പാ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് നല്ല വല്ലഭനും വിശ്വസ്തനുമായ ദൈവമാകിയാൽ സ്തോത്രം. ലോകവ്യാപകമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന കർത്തദാസന്മാരെ, ആമേൻ, കുടുംബാംഗങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവർക്ക് ചുറ്റും തീമതിലായി നിൽക്കുന്നതിന് സ്തോത്രം. പ്രത്യേകിച്ച് നാളെ ലോകവ്യാപകമായി നടക്കുന്ന സഭായോഗത്തെ ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അതൊരു ഒരു ചടങ്ങായി തീരാതെ വലിയ ഉണർവിൻ്റെ മീറ്റിങ്ങുകളായി എല്ലാ സഭായോഗങ്ങളും നാളെ തീരുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ നാമം മഹിമപ്പെടട്ടെ, ദൈവരാജ്യം വിശാലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി. എല്ലാ മഹത്വവും കർത്താവിന് തരുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സകല ആവശ്യങ്ങളിലും ദൈവിക കൃപ അനുഭവിപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം നമുക്ക് തിങ്കളാഴ്ച മുതൽ സ്പെഷ്യൽ മീറ്റിങ്ങുകളുണ്ട്. തിങ്കളാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം 7:30 ആകുമ്പോഴത്തേക്കും മീറ്റിംഗ് ആരംഭിക്കും തിങ്കളാഴ്ച. ചൊവ്വാഴ്ച യൂത്ത് കോൺഫറൻസ് ആണ്. രാവിലെ ഇവിടുത്തെ സമയം 9 മണി മുതൽ രാത്രി 9 മണി വരെയാണ്. അതിനുശേഷം
ബുധനും വ്യാഴവും വൈകിട്ട് നമുക്ക് മീറ്റിങ്ങുകളുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും ഈ ദിവസങ്ങളിൽ ഈ മീറ്റിങ്ങുകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ആമേൻ. അത് വലിയ ഉണർവിന് കാരണമായി തീരുവാൻ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുകയും എല്ലാവരും അതിൽ പങ്കെടുക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആ ആലോചന എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യമാണ്. ആമേൻ. സഭ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഉപദേശമാണ്. വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. അപ്പോൾ നമ്മളോട് പരിശുദ്ധാത്മാവ് പറയുന്നത് വിശ്വാസത്തിൽ നിലനിൽക്കണം. നമ്മുടെ മുമ്പിൽ പലതരത്തിൽ വിശ്വാസത്തിൽ നിന്ന് നമ്മളെ ഇടിച്ചു കളയുന്നതായ പലതും വരാം. വിശ്വാസത്തിൽ നിന്ന് നമ്മളെ തള്ളിയിടുവാൻ നോക്കുന്നതായ പലതും വരാം. എന്നാൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു, വിശ്വാസത്തിൽ നിലനിൽക്കണം. കരം ഉയർത്തി പറ, വിശ്വാസത്തിൽ നിലനിൽക്കണം. നമ്മുടെ മുമ്പിൽ പല ചോദ്യങ്ങൾ വരും. പക്ഷേ പരിശുദ്ധാത്മാവിൽ ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ ഓർപ്പിക്കുക, നമ്മൾ വിശ്വാസത്തിൽ നിലനിൽക്കണം. അനേക കഷ്ടങ്ങളിലൂടെ അവൻ വിശ്വാസത്തെ പ്രതി അല്ലെങ്കിൽ ദൈവരാജ്യത്തെ പ്രതി നമ്മുടെ മുമ്പിൽ പലതരത്തിലുള്ള കഷ്ടങ്ങൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും. പക്ഷേ ആ കഷ്ടങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴും നമ്മൾ ഓർത്തോണം, അവിടെ അനേക കഷ്ടങ്ങളിലൂടെ നമ്മുടെ മുൻപിൽ പോയ നമ്മുടെ അപ്പോസ്തലന്മാർ, നമ്മുടെ മുമ്പിൽ പോയ നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ കർത്താവിൻ്റെ നാമവുമായിട്ടുള്ള ബന്ധത്തിൽ കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അവിടെയെങ്ങും നമ്മൾ ഒറ്റയ്ക്കല്ല കടന്നു പോകുന്നത്. നമ്മുടെ കൂടെ ജീവിക്കുന്ന ദൈവം നമ്മുടെ കൂടെ നിൽക്കും. ആമേൻ. പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ ദൈവ പൈതൽ, ആ ദൈവസഭ വളരുകയാണ് ചെയ്യുന്നത്. ആമേൻ. സ്തോത്രം. ലോകത്തിന് ഒരനുഗ്രഹമാകാനുള്ള ചുറ്റുപാടുകൾക്ക് ഒരനുഗ്രഹമാകാനുള്ള വലിയ ദൈവശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കഷ്ടതകൾക്കും നമ്മളെ ഇടിച്ചു കളയുവാനോ തകർത്ത് കളയുവാനോ സാധ്യമല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കർത്താവിൻ്റെ സഭയുടെ ദൈവസഭയുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഏതൊക്കെ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ നമുക്ക് വളർച്ച ഉണ്ടാകുന്നതായിട്ട് കാണാം. ഉദാഹരണം പറഞ്ഞാൽ ഒരു ദൈവത്തിൻ്റെ പൈതൽ, ഈ ദൈവ പൈതൽ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഒറ്റപ്പെടുമ്പോൾ നമ്മൾ മാനുഷികമായിട്ട് നോക്കുമ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്നു, അയ്യോ ആരുമില്ല. പക്ഷേ അവിടെ വലിയ ദൈവിക കരുതലും ദൈവിക പ്രൊട്ടക്ഷനും ഉണ്ടാകുന്നു. ദൈവദൂതന്മാരുടെ സഹകരണം അവിടെ ഉണ്ടാകുന്നു. അതുമാത്രമല്ല, അതിനപ്പുറത്ത് ഈ വ്യക്തിക്ക് കൂടുതലായ ആത്മീക വളർച്ചയ്ക്ക് കാരണമായി തീരും. അപ്പം ഈ ഒറ്റപ്പെടലുകളോ അല്ലെങ്കിൽ നഷ്ടങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള കഷ്ടങ്ങളോ ഒന്നും ദൈവമക്കളെ തകർത്ത് കളയത്തില്ല. പിന്നെന്താണ്, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും പ്രതികൂലങ്ങളും വർദ്ധിക്കുമ്പോൾ ഓർത്തോണം, നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ അളവ് അതിശക്തമായിട്ട് കൂടുതലായിട്ട് നമ്മളിൽ വളരുവാനിട വരും. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ വളർന്നു കയറുവാൻ ദൈവം വിളിച്ചവരാണ്. മതിലിന്മേൽ പടരുമെന്ന ജോസഫിനെ കുറിച്ചുള്ള ദൂത് പറഞ്ഞത്. അതായത് മതിലിൻ്റെ മുകളിൽ, മതിലുകളൊക്കെ വരാം, പക്ഷെ അതിൻ്റെ മുകളിലൂടെ പടർന്നു കയറുന്ന ഒരു അഭിഷേകമാണ് കർത്താവ് തന്നെ മക്കൾക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ തകർന്നു പോകരുത്, തളർന്നു പോകരുത്. പറയണം, ഇതിനകത്ത് എൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിക്കായി സ്തോത്രം. ഇപ്പോൾ ഓഫീസിൽ നിങ്ങൾ ഒറ്റപ്പെട്ടെന്നിരിക്കാം, ഒരുപക്ഷെ കുടുംബത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടെന്നിരിക്കാം, നിങ്ങളുടെ ദേശത്ത് നിങ്ങൾ ഒറ്റപ്പെട്ടെന്നിരിക്കാം, നാട്ടുകാർ നിങ്ങളെ ഒരുപക്ഷെ ഒറ്റപ്പെടുത്തി ഒരുപക്ഷെ നിങ്ങളെ ആയിരുന്ന കൂട്ടത്തിൽ നിന്നൊക്കെ പുറത്താക്കിയെന്നിരിക്കാം. ഇതൊക്കെയാണ് ദൈവരാജ്യത്തിനുണ്ടാകുന്ന കഷ്ടതകൾ. പക്ഷേ ഇതൊന്നും നിങ്ങളെ തകർക്കത്തില്ല. നിങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുണ്ടല്ലോ, നിങ്ങളുടെ അകത്ത് പകരപ്പെട്ടിരിക്കുന്ന ദൈവ സാന്നിധ്യമുണ്ടല്ലോ, നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയുണ്ടല്ലോ, അത് ഏത് പ്രതിസന്ധിയും അതിജീവിച്ച് ജയിക്കുവാൻ, മുന്നേറുവാൻ കഴിയുന്നത്. ഒരു ഫ്ലൈറ്റ് ഈ പല പ്രതികൂലങ്ങളിലൂടെ പകർന്നു ഉയരുന്നത്, താഴോട്ട് പിടിക്കുന്ന ഗുരുത്വാകർഷണ ബലമുണ്ട്, അതിനെയൊക്കെ അതിജീവിച്ച് കാറ്റുകളെ അതിജീവിച്ച് മേഘങ്ങളെ അതിജീവിച്ച് കയറുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഇഞ്ചൻ അത്ര സ്ട്രോങ് ആണ്. ഇതുപോലെ നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് യേശുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നത്. അതുകൊണ്ട് ഏത് പ്രതികൂലങ്ങളിലും ഏത് പ്രതിസന്ധികളിലും ഒരു ദൈവത്തിൻ്റെ പൈതൽ തളർന്നു പോകത്തില്ല, തകർന്നു പോകത്തില്ല. ആ ദൈവത്തിൻ്റെ പൈതൽ ചിറകടിച്ചുയരുക തന്നെ ചെയ്യും. കരമുയർത്തി നന്ദി പറഞ്ഞാട്ട് കർത്താവിന്. കഴുകൻ കാർമേഘം കണ്ട് പേടിക്കുന്നില്ല, മഴമേഘം കണ്ട് പേടിക്കുന്നില്ല. കഴുകൻ എന്ത് ചെയ്യും? അതിൻ്റെ മുകളിൽ പറന്നു കയറും. അതുപോലെ ദൈവത്തിൻ്റെ പൈതൽ ഒരിക്കലും തകർന്നു പോകത്തില്ല,
തളർന്നു പോകത്തില്ല. വിശ്വസിക്കണം, എൻ്റെ അകത്ത് ആത്മശക്തി വ്യാപരിക്കുന്നു. പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുമ്പോൾ, ഒറ്റപ്പെടലുകളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, റിജക്ഷനുകളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തകർന്നു പോകാതെ, തളർന്നു പോകാതെ കൈ ഉയർത്തി വിളിച്ചു പറയണം, എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി എന്നെ ഇതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരും. പൗലോസ് പറഞ്ഞതുപോലെ, എന്നെ ശക്തനാക്കുന്ന ക്രിസ്തുയേശു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ് എന്ന് പറയുവാൻ നമ്മൾ ധൈര്യം കാണിക്കണം. എല്ലാവരും എന്നെ പ്രതിസന്ധിയാണേ, പ്രതികൂലമാണേ എന്ന് പറഞ്ഞ് തളർന്നങ്ങ് പോകും. തളർന്നു പോയാൽ വീണ് പോകും. വീഴരുത്. അവിടെ നിന്ന് കൈ ഉയർത്തി പറഞ്ഞു, നോ, എന്നെ ഇതിനൊന്നും തകർക്കാൻ കഴിയത്തില്ല, ഞാൻ ഇതിനകത്തുനിന്ന് ജയാളിയായി പുറത്തു വരും. ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ പ്രത്യാശ കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ലോകത്തിൽ എന്തെങ്കിലും കഷ്ടങ്ങൾ വരുമ്പോഴോ പ്രയാസങ്ങൾ വരുമ്പോഴോ ഒന്നും തളർന്നു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. നിങ്ങൾ അതിനെ അതിജീവിക്കും. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ അകത്ത് വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ. നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ കഷ്ടതയിലൂടെ പോകുന്നവർക്കൂടെ അയച്ചു കൊടുക്കുക, അവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി പറഞ്ഞേ, നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ വർദ്ധിച്ചു വരും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.